KPCC സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ക്യാമ്പ് ചരൽക്കുന്നിൽ പുരോഗമിക്കുകയാണ്. സാധാരണ കോൺഗ്രസ് ക്യാമ്പുകളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് സംസ്കാര സാഹിതിയുടെ ചെയർമാൻ CR മഹേഷ് MLA നമ്മളോട് പറയും. സർ, എന്തൊക്കെയാണ് ഈ ക്യാമ്പിന്റെ പ്രത്യേകത? കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണെന്ന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പ് ചരൽക്കുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചരിത്രം രചിച്ചിട്ടുള്ള സ്ഥലമാണ് ചരൽക്കുന്ന്. പണ്ട് കാലത്ത് ഒരുപാട് നേതാക്കന്മാർ ഇവിടെ നിന്ന് നിറകണ്ണുകളോടെയും ഒരുപാട് നേതാക്കന്മാർ സന്തോഷത്തോടെയും ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു ക്യാമ്പിന്റെ സ്ഥലമാണ്. ഒരുപാട് കഥകൾ ഈ ക്യാമ്പുമായി ഈ ക്യാമ്പ് സ്ഥലവുമായി ചരൽക്കുന്നുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിലെ KSU കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുണ്ട്. ഇടക്കാലത്ത് വെച്ച് ക്യാമ്പുകൾ ഇവിടെ നടക്കാതെയായി. പക്ഷെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ചരൽക്കുന്നാണ്. അത് തന്നെ ഒരു വലിയ മാറ്റമാണ്. ചരൽക്കുന്ന് എന്ന് പറയുന്ന പഴമയിലേക്ക് ഈ ക്യാമ്പിനെ കൊണ്ടുവരികയാണ്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിന് ഒരു സാംസ്കാരിക മുഖം നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു ഞങ്ങളിൽ നിക്ഷിപ്തമായത്. ഈ ക്യാമ്പിന്റെ പ്രത്യേകത, ഇവിടെ പതിവ് ക്യാമ്പുകളിലും സമ്മേളനങ്ങളിലും കാണുന്ന മുദ്രാവാക്യം വിളി, നേതാക്കന്മാരെ വാഴ്ത്തിപ്പാടൽ, ഷാളിടക്കം, ഫ്ലക്സ് വെപ്പ്, സ്റ്റേജിലെല്ലാവരും കൂടി ഇടിച്ചു കയറുക, തള്ളി കയറുക, അങ്ങനെയൊക്കെ ചില പ്രവണതകളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി ഒരു പുതിയ പാഠ്യപദ്ധതി, ഒരു പുതിയ സിലബസ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാകാം, ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു ബെഞ്ചാണ് ആ വേദിയിൽ കിടക്കുന്നത്. അവിടെ 2 പേരിരിക്കും, ഒരു അധ്യക്ഷൻ, ഒരു ഉദ്ഘാടനം. ഒരു സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സ്വാഗത പ്രാസംഗ്യൻ എല്ലാവരുടെയും പേര് പറയും, അപ്പോൾ അരമണിക്കൂറാകും. ഉദ്ഘാടന പ്രാസംഗ്യൻ എല്ലാവരുടെയും പേര് പറയും, വീണ്ടും അത്രയും സമയമാകും. അധ്യക്ഷൻ വീണ്ടും എല്ലാവരുടെയും പേര്, അങ്ങനെയുള്ള പേര് പറഞ്ഞുള്ള കളിയൊന്നുമില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 125 പേരാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള സംസ്കാര സാഹിതിയുടെ 125 പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ ചിന്തകൾക്ക് ചിന്തയിലിട്ടുകൊണ്ട് അവരുടെ ആശയം ഇവിടെ പ്രകടിപ്പിച്ച് അത് സമാഹരിച്ചുകൊണ്ട് ഒരു പ്രവർത്തന രേഖ വരുന്ന ഒരു വർഷക്കാലം സംസ്കാര സാഹിതിയുടെ സാംസ്കാരിക ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ക്യാമ്പാണ്. എല്ലാം ഒരു ജൈവികത വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഈ ക്യാമ്പ് നടത്തപ്പെടുമ്പോൾ ഞങ്ങളുടെ നാടക സമിതിയായ സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ എന്ന മനോഹരമായ നാടകം 250 സ്റ്റേജുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ ഞങ്ങൾ 100 നാടകം ഞങ്ങൾ വേദികളും സ്ഥലവും സമയവും തീരുമാനിക്കും. അപ്പോൾ ഏതാണ്ട് 350 ഈ വർഷം കൂടി ഈ നാടകം കളിച്ച് 500 നാടകം, ഒരു നാടകം, ഇപ്പോൾ നാടകം ഇല്ല എന്ന് പരിതപിക്കുന്നിടത്ത് ഒഴുക്കിനെതിരായി നീന്തി ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ, ക്ലബ്ബുകളിൽ ഉൾപ്പെടെ, ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ പോലും നടത്തപ്പെടുന്ന വായനശാലകളിൽ ഉൾപ്പെടെ 500 വേദികളിൽ ഒരു മലയാള നാടകം അവതരിപ്പിച്ച് നാടക ചരിത്രം തിരുത്തി കുറിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ആശയപരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാമ്പിൽ ഉണ്ടാകും. ഒരുപാട് സാമൂഹിക വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ആരെയും ഭയക്കാതെ പറയുന്ന ഒരു ക്യാമ്പായിരിക്കും. അതെല്ലാം ഞാൻ രേഖപ്പെടുത്തുകയും അവസാനം നാളെ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനമൊന്നും കാത്തു നിൽക്കില്ല, ക്യാമ്പ് കൃത്യസമയത്ത് തുടങ്ങി. ഇപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ സോപാന സംഗീതമാണ്. അതിനു മുമ്പ് ക്യാമ്പിന്റെ അവതരണ ഗാനം ഉണ്ടായി. ഇനിയിപ്പോൾ നേരെ ക്യാമ്പിലേക്ക് കിടക്കുകയാണ്. അല്ലാതെ പ്രസംഗത്തിന്റെ ഒരു പരിശീലനമൊന്നും ഇവിടില്ല. ഇവിടെ അവരുടെ അഭിപ്രായങ്ങൾ, പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ പറയുക, ഞാനത് നോട്ട് ചെയ്യുക. നാളെ സമാപന സമ്മേളനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, അങ്ങനെ വളരെ പരിമിതമായ, ഒഴിവാക്കാൻ പറ്റാത്ത നേതൃത്വം നിലനിൽക്കുന്ന നേതാക്കന്മാർ മാത്രം പങ്കെടുക്കുന്ന വളരെ ചിട്ടയോടെയും അച്ചടക്കത്തോടെയും കൂടിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. ശരി, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 100 പേരുടെ പേര് സ്വാഗതം പറഞ്ഞ് തുടങ്ങുന്ന പരിപാടിയൊന്നുമല്ല. വളരെ വ്യത്യസ്തമായി കോൺഗ്രസിന്റെ പരിപാടി ഇങ്ങനെയും നടത്താമെന്ന് കാണിച്ചു തരികയാണ് KPCC സംസ്കാര സാഹിതി. പത്തനംതിട്ട ചരൽക്കുന്നിൽ നിന്നും അമൃത ന്യൂസിന് വേണ്ടി കണ്ണൻ ദേവ്.